ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞ ബ്രേക്കപ്പിൽ നിൽക്കുന്ന ആൾക്കാരും റിജക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ നമ്മളെപ്പോഴും അവോയ്ഡ് ആൾക്കാർക്ക് ഒരു ക്ലാസ് ആണ്. കൂടുതലും അവർ മാത്രം വന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് മറ്റേ മണി പ്രോബ്ലം അതല്ല ഇവിടെ പറയുന്നത്, അത് പിന്നെ ക്ലാസ് എടുക്കാം. ഇത് റിലേഷൻഷിപ്പ് ക്ലാസ് ആണ് കേട്ടോ. ഹലോ, നമസ്കാരം എല്ലാവർക്കും JP യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പിന്റെ ക്ലാസ് ആണ്. അപ്പോ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷനുമായിട്ടുള്ള ബന്ധവും നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, നല്ല റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് പോകാനുമുള്ള ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഒരു അഫർമേഷൻ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ചാറ്റ് ബോക്സിൽ അഫർമേഷൻ ഇടാം. ഐ എം റെഡി, ഐ എം ഹാപ്പി, ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി എന്നുള്ള അഫർമേഷൻ നമ്മൾ ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മൾ റെഡിയാണ്, ക്ലാസ്സിനും എൻ്റെ ജീവിതം മാറ്റാനും ഞാൻ റെഡിയാണെന്ന് പറയുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന വിഷയം റിലേഷൻഷിപ്പ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, പലരും എന്നെ വിളിക്കുമ്പോൾ ഉള്ള ഒരു മെയിൻ പ്രോബ്ലം പറയുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. അപ്പൊ അവർക്കുള്ള ഒരു ക്ലാസ് ആണിത്. ചിലപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിന്ന് വരില്ല, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസ് കഴിയുമ്പോൾ നമുക്കിത് ഹീലും ചെയ്യാം. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാന്നുള്ളതും ഇതിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. പിന്നെ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നവർക്ക് താഴെ കമന്റ് ഇടാവുന്നതാണ് ഈ ഒരു അഫർമേഷൻ. നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ലിങ്ക് താഴെ ഇട്ടും അത് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ജോയിൻ ചെയ്ത് ഇതുപോലത്തെ ക്ലാസ്സുകൾ കിട്ടും, നമുക്ക് മെഡിറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പ് കാരണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് സിമിലർ ആയിരിക്കും കാര്യം പറയുമ്പോൾ. ഒരു റിലേഷൻഷിപ്പ്, ഒരു വ്യക്തി, ഒരു ആണോ പെണ്ണോ, ആ വ്യക്തി ഒരാളെ കണ്ടുമുട്ടി, ഒരു ഓപ്പോസിറ്റ് ജെൻഡറെ കണ്ടുമുട്ടി, ഇഷ്ടമായി. പിന്നീട് ആ വ്യക്തിയുമായിട്ട് ഇഷ്ടപ്പെട്ടു, അട്രാക്ഷനായി, അവര് തമ്മിൽ കമ്മിറ്റഡ് ആയി. ശേഷം ഇവര് ആദ്യമൊക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഭയങ്കര കെയറിങ്, എപ്പോഴും കോൾ ചെയ്യുന്നു, നല്ല സ്നേഹമായി. പിന്നെ ആ റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ഒരു സമയം കുറവ് വന്നു തുടങ്ങി. ഇദ്ദേഹത്തിന് എടുത്തിരിക്കാൻ സമയമില്ല, ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകുന്നു, അങ്ങനെ കുറെ സംഭവം വന്നു. അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഒരു ചിന്ത വരും, ഇവരെന്നെ അവോയ്ഡ് ചെയ്യാന്നുള്ള ചിന്ത വരും ഈ ഓപ്പോസിറ്റ് കണ്ണുകൾക്ക്. ഇതാണ് റിജക്ഷൻ എന്ന സംഭവം. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഓവറായിട്ട് കെയർ ചെയ്യും, സ്നേഹം കൊടുക്കും, എപ്പോഴും കോൾ ചെയ്യും, ഇതെല്ലാം ചെയ്യും ആ വ്യക്തി ഇങ്ങനെ വരുമ്പോ. അപ്പൊ അവിടെ നിന്ന് നമുക്കിപ്പോ നിങ്ങളിൽ പലർക്കുമുള്ള ഒരു സംഭവമാണ്. നിങ്ങളിൽ ഈ പറയുന്ന ഈ രണ്ടാമത്തെ വ്യക്തിയിലെ ആ വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പലരും ഉണ്ടായിരിക്കാം. ഓവർ കെയറിങ്, ഓവറായിട്ട് സ്നേഹം കൊടുക്കുക. അതെന്തുകൊണ്ടാണ് വെച്ചാൽ റിജക്റ്റ് ആയി പോകുമോ, ആ വ്യക്തിനെ തള്ളിക്കളയുമോ, ആ വ്യക്തി എന്നെ വിട്ടു പോകുമോ ചിന്ത വരുന്ന അവിടെ. ഇത് യഥാർത്ഥത്തിൽ സ്നേഹമോ വെച്ചാൽ യഥാർത്ഥ സ്നേഹമല്ല. അത് നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ചിന്തയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്റ്റിലെ ട്രോമാസ് എന്നാണ്. പല ആൾക്കാരും, ഇപ്പോഴുള്ള പല ആൾക്കാർക്കും ഇങ്ങനെ വരുന്ന ഫീലിങ്സ് അത് പാസ്റ്റിലെ ട്രോമ കാരണമാണ്. പണ്ട് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ ഫാമിലി പരമായിട്ട് പാരന്റ്സിൽ നിന്ന് റിജക്ട് ആയിട്ടുണ്ടാവും ഈ ആൾക്കാര്. അപ്പൊ ഇവര് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഡൗട്ട് ആയിരിക്കും, എങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടക്കുന്നുള്ള ഡൗട്ട് വരും. അത് എനിക്കും വരും. എനിക്ക് എതിരാന്റെ ലൈഫിൽ നിന്ന് എടുത്ത് പറയുന്നതും കൂടിയാണ് ഓൾറെഡി. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ അകന്നു പോകുന്നു, നിങ്ങളെ ഇപ്പോ മൈൻഡ് ചെയ്യുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് ആണ്, എന്നെ അവർ വിട്ടിട്ട് പോകുമോ,
ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ആ ചിന്ത വരും നമുക്ക്. അപ്പൊ ഇത് വരുന്നത് പാസ്റ്റിലാണ്. ഈ പാസ്റ്റില് നമ്മളെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന്റെ ഇടയിൽ നമ്മൾ പണ്ട് ഇരുന്ന സമയത്ത് അവർ നമ്മൾ പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് ടൂറ് പോകുമ്പോൾ നമ്മളെ വീട്ടിൽ അവര് റിജക്ട് ആക്കുന്നു. അവിടെ റിജക്ഷൻ ഫസ്റ്റ് വന്നു. പിന്നെ ചെറിയ കാര്യത്തിൽ റിജക്ഷൻ, ഒരു മാർക്ക് കുറഞ്ഞപ്പോ എനിക്ക് 100ൽ മാർക്ക് കുറഞ്ഞു, 100ൽ 90 കിട്ടി, അത് 100 വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുക, കമ്പയറിങ് ചെയ്യും, അങ്ങനെ കുറെ സംഭവം നമുക്ക് ചെയ്യും. അപ്പൊ ഇത് വരുമ്പോ നമ്മളുടെ ഈ പറയുന്ന പാസ്റ്റില് ഈ സംഭവം കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ പോകുമ്പോൾ നമുക്ക് റിജക്ഷൻ വരും അവിടെ തന്നെ. അപ്പൊ ഈ റിജക്ഷൻ നമുക്ക് മാറ്റണം. ഇതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രോപ്പർ കാര്യം. അപ്പോ എന്റെ ലൈഫിൽ ഇപ്പോ നിങ്ങളുടെ ലൈഫില് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് വരുന്നു, റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരുന്നു. ഇതിന്റെ കാരണം നിങ്ങൾ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ സ്നേഹമാണോ അതോ നിങ്ങളുടെ ഓവർ ആയിട്ടുള്ള കെയറിങ് ആണോ എന്നുള്ളത് നോക്കണം. ഒന്നിട്ട് പറഞ്ഞാൽ, നിങ്ങളിപ്പോ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ പാർട്ട്ണർ നിങ്ങളിങ്ങനെ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഓവറായിട്ട് സ്നേഹം കൊടുക്കുന്നു. അപ്പൊ ഈ പാർട്ട്ണർ എന്ത് ചെയ്യും? ഈ പാർട്ട്ണർക്ക് ഒരു ഇങ്ങനെ ഫീൽ ചെയ്യും. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് വേറെ ഒരു ലക്ഷ്യബോധത്തിൽ തോന്നുന്നു നമുക്ക്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാന് എന്റെ ഒരു റിലേഷൻഷിപ്പില് ഞാൻ ആ വ്യക്തിക്ക് എപ്പോഴും കെയർ ചെയ്യുന്നു, എപ്പോഴും സ്നേഹം കൊടുക്കുന്നു, ഇങ്ങനെ എപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി അവൈലബിൾ ആവുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളാണെങ്കിൽ എന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ഒരിക്കലില്ല. നിങ്ങൾ അകന്ന് പോകത്തേ ഉള്ളൂ. കാരണം ഇവരെന്താ ഇങ്ങനെ? ലൈഫിൽ ലക്ഷ്യബോധമില്ല, ലൈഫിൽ ഒരു പ്ലാനിങ്ങും ഇല്ല, ഒന്നുമില്ല. എന്നെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരാൾ നമ്മളെ നമ്മൾ എടുത്തേക്ക് വരില്ല, റിജക്റ്റിന് വരുള്ളൂ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു വ്യക്തി ഇപ്പോൾ ബ്ലോക്ക് ആയാൽ പോലും, നിങ്ങൾ ബ്ലോക്കാണ് വ്യക്തി. ഇപ്പോൾ നിങ്ങൾക്ക് പലതും ബ്ലോക്ക് ഉണ്ടാവും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് ആയി പോയിട്ടുണ്ടാവും. ആ വ്യക്തി പോലും നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയെ ഫോളോ ചെയ്യരുത്, ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ അകന്ന് പോകത്തേ ഉള്ളൂ. മനസ്സിലാക്കുക, അകന്ന് പോകത്തുള്ളൂ. നിങ്ങൾ ആ വ്യക്തികളിലേക്ക് വരില്ല. അത് പലരും പറയും ചേസ് ചെയ്താൽ കിട്ടുന്നൊക്കെ പറയും, പക്ഷെ നടക്കില്ല അത്. കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അതൊരു ഓവർ കെയറിങ് ആണ്, ഓവർ ലവ് ആണ്. ഓവർ ലവ് ഒരിക്കലും യഥാർത്ഥ ലവ് അല്ല. നിങ്ങൾക്ക് ലോങ് ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് കെയറിങ് നിർത്തുക, ഓവർ ലവ് നിർത്തുക. ഓക്കെ, ആ പാസ്റ്റില് നിങ്ങളെ മാറ്റണം, നിങ്ങളെപ്പോടുന്ന്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് നിങ്ങൾ പറയാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വ്യക്തിയിൽ, ആ കെയർ ചെയ്യുന്ന വ്യക്തിക്ക്, ആ വ്യക്തിക്കുള്ളത് യഥാർത്ഥ ലവ് എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഓപ്പോസിറ്റ് ആക്കുന്ന വ്യക്തിക്ക് തോന്നുന്നതാണ് ഇതൊരു ടോക്സിക് ആയി തോന്നുന്നവർക്ക്, ടോക്സിക് റിലേഷൻഷിപ്പ് ആയി തോന്നും. അങ്ങനെ ചെയ്യും. കാരണം നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്യുമ്പോൾ, ഓവറായിട്ട് സ്നേഹം കൊടുക്കുമ്പോൾ അത് ടോക്സിക്കിലേക്ക് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതുണ്ടാവും. കാരണം ഇപ്പൊ ഈ വ്യക്തി പറയുന്നു എനിക്ക് ടൂറിനെ പോകണം ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ പറയുന്നു നീ പോകണ്ട, നീ വീട്ടിലിരുന്നാൽ മതി, എനിക്ക് അത് ശരിയാവില്ലെന്ന് പറയുന്നു. അപ്പോ അത് ഇപ്പുറത്തെ വ്യക്തിക്ക് അതൊരു കെയറിങ് ആണ്. പക്ഷെ ഇവര് ചിന്തിക്കുന്നത് ടോക്സിക് ആണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇവര് അങ്ങനെ പോയിക്കഴിഞ്ഞാൽ, ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കഴിഞ്ഞാൽ എന്നെ വിട്ട് പോകുമോ ചിന്ത ഇവരെടുക്ക്. അതുകൊണ്ട് എന്താ, അപ്പൊ ഇവര് അത് കേൾക്കുമ്പോൾ ഇതൊരു ടോക്സിക് ആയിട്ട് മാറുന്നതാണ്. ബട്ട് ടോക്സിക് ആണെന്ന് വെച്ചാൽ ടോക്സിക് അല്ല അത്, പക്ഷെ നമുക്ക് ടോക്സിക് തോന്നും. അപ്പൊ നമ്മുടെ വേറൊരു വ്യക്തി, പുതിയൊരു വ്യക്തി നമ്മളിലേക്ക് കടന്നു വരും. ആ വ്യക്തി പറയും അവനെ ഉപേക്ഷിച്ചോളൂ, ടോക്സിക് എന്ന് പറയും. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വ്യക്തിയെ എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാൻ ശ്രമിക്കണം എപ്പോഴും. ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയി മാറും, കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി മാറും. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ചെയ്യേണ്ടത് നമ്മൾ ഹീൽ ചെയ്യുക, നമ്മൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോവുക, പാസ്റ്റിൽ നിങ്ങൾക്ക് റിജക്ഷനെ മാറ്റുക. വീണ്ടും പറയാം എന്താന്നുള്ളത്. നിങ്ങളിപ്പോ ഒരു ഇതാണ്, ഒരു റിലേഷൻഷിപ്പിലാണ്. അപ്പൊ നിങ്ങളിപ്പോ ആ വ്യക്തി ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ വ്യക്തി ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പൊ നിങ്ങളെ റിജക്ട് ചെയ്യുന്നുണ്ടാവും, അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും, അതൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും കെയർ ചെയ്യുന്നു, ഭയങ്കര കെയർ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയോട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി വീണ്ടും അകന്നു പോയിക്കൊണ്ടിരിക്കല്ലേ? ആണോ അല്ലേ? ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ലക്ഷ്യബോധമില്ല, ഈ വ്യക്തിയുമായിട്ട് എപ്പോഴും പുറകടക്കല്ലേ. അപ്പൊ അവർക്ക് എന്ത് തോന്നുന്നു? അതൊരു ഓവർ കെയറിംഗ് ആയി ഫീൽ ചെയ്യും അവർക്ക്. അങ്ങനെ ആകുമ്പോൾ അവർ വിട്ടുപോകും നമ്മുടെ അടുത്ത് നിന്ന്. അപ്പോ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആ ഇപ്പോഴുള്ള സിറ്റുവേഷൻ മാറ്റണം. ഇപ്പൊ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് മാറ്റുക. ഇത് നമ്മുടെ തെറ്റല്ലത്. കാരണം നമുക്ക് ലൈഫില് എപ്പോഴും റിജക്ഷൻ കിട്ടിയിട്ടുള്ള കാരണമാണ്. ഈ സംഭവം മനസ്സിലാക്കുക. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? ലൈക്സ് അട്രാക്ട് ലൈക്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മൾക്ക് അട്രാക്ട് ആവുന്നു. അപ്പൊ റിജക്ഷൻ അട്രാക്ട് റിജക്ഷൻ. റിജക്ഷൻ എന്ന സംഭവം നമ്മളിലേക്ക്
അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇങ്ങനെ പേരൻസിന് റിജക്ഷൻ വന്നിട്ടുണ്ട്, ഫ്രണ്ട്സ് റിജക്ഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പിന് അവരുടെ റിജക്ഷൻ വന്നിട്ടുണ്ട്, ബിസിനസ്സിലോ ജോലിയിലോ റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ചിന്തിക്കുന്ന റിജക്ഷൻ ആണെങ്കിൽ ആ റിജക്ഷൻ നിങ്ങളിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ റിജക്ഷൻ സംഭവം നിങ്ങൾക്ക് കിട്ടുന്ന കാരണം വെച്ചാൽ നിങ്ങൾ റിജക്ഷൻ ലൈഫിൽ കുറെ ആയിട്ടുണ്ട് ലൈഫിൽ, ഇതുകൊണ്ട് മാത്രം പിന്നെയും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിജക്ഷൻ വരുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ പാസ്റ്റിലെ ട്രോമാസ് നമ്മൾ ഇപ്പൊ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ പേരൻസ് ട്രോമകള്, ഫ്രണ്ട്സ് ട്രോമകള്, ഇത് നമ്മൾ മാറ്റുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പാസ്റ്റിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ അവിടെ പോയിട്ട് പറയണം, നിനക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, നിനക്കൊരു കുറവുമില്ല. ഇത് നമുക്ക് വരും, ഉള്ളിലേക്ക് വരുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല്, എന്തുകൊണ്ട് ഞാൻ ഒന്നിനും ഒരു ഗുണവുമില്ല, എനിക്ക് ഞാൻ മതിയില്ലാത്തവനാണ്, ഞാൻ പോരെ, അങ്ങനെ ചിന്ത വരും നമുക്ക്. ഞാൻ പോരാത്തവനാണോ, എനിക്ക് ഒന്നും കഴിവൊന്നില്ലേ, ചിന്ത വരും. ഇങ്ങനെ നമ്മളാവുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ലൈഫിൽ നിന്ന്. നമ്മളെപ്പോഴും ഇയാളെ പുറകെ നടക്കുമ്പോൾ സെൽഫായിട്ട് നമുക്ക് റെസ്പെക്ട് ഉണ്ട്, ആ സംഭവം നഷ്ടപ്പെട്ട് പോവുക ചെയ്യുന്നത്. സോ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും പോകുന്നു. ഈ രണ്ട് കാര്യം നമുക്കില്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എവിടെ പോയാലും നമുക്ക് റിജക്ഷൻ അനുഭവിക്കും. ഇനി നിങ്ങൾ ഇങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ബിസിനസ്സിലേക്ക് കടക്കുമ്പോഴായാലും, നിങ്ങൾ ലൈഫിലേക്ക് ഒരു പ്രോബ്ലംസ് വരുമ്പോഴായാലും നിങ്ങൾ സംശയിക്കും. നിങ്ങൾ കാരണം റിജക്റ്റ് ആയി പോകുമ്പോ, സെയിൽസിലേക്ക് പോകുമ്പോൾ റിജക്റ്റ് ആയി പോകും ചിന്ത വരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു റിജക്ഷൻ പിന്നെയും ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് റിലേഷൻഷിപ്പിലും ബാധകമാണ്, ബിസിനസ്സിലേക്കും ബാധകമാണ്, നിങ്ങൾക്ക് ജോബിലേക്ക് പോകുമ്പോൾ അവിടേക്കും ബാധകമാണ്. അപ്പൊ റിജക്ഷൻ എന്ന സംഭവം നമുക്ക് എപ്പോഴും ഉള്ള സംഭവമാണ്. ഇത് എങ്ങനെ വന്നതെന്ന് പാസ്റ്റിലാണ്. അപ്പൊ ഇത് എവിടെ പോകുമ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും, എവിടെ കിട്ടുമ്പോഴും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കും. സോ റിജക്ഷൻ അട്രാക്ട് റിജക്ഷൻ, അപ്പൊ അത് അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് മാറ്റാൻ നമ്മൾ ഒരു ഹീലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോ നിങ്ങൾ ബുക്ക് എടുത്ത് എഴുതിക്കോളൂ, നമുക്ക് ഹീൽ ചെയ്യാൻ പോകും. ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞ ബ്രേക്കപ്പിൽ നിൽക്കുന്ന ആൾക്കാരും റിജക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ നമ്മളെപ്പോഴും അവോയ്ഡ് ആൾക്കാർക്ക് ഒരു ക്ലാസ് ആണ്. കൂടുതലും അവർ മാത്രം വന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് മറ്റേ മണി പ്രോബ്ലം അതല്ല ഇവിടെ പറയുന്നത്, അത് പിന്നെ ക്ലാസ് എടുക്കാം. ഇത് റിലേഷൻഷിപ്പ് ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം, ആ പെയിന്, നമുക്കൊരു പെയിൻ ഉണ്ട്, ഒരു പെയിൻ ഉണ്ടായിട്ടുണ്ട്, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക കംപ്ലീറ്റ്ലി. ആ പെയിൻ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഫസ്റ്റ് നമ്മുടെ പോയിന്റ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സെക്കൻഡ് പോയിന്റ് വെച്ചാൽ ഇന്നർ ചൈൽഡിനെ നമ്മൾ എന്താ വെച്ചാൽ കണ്ണടച്ചിരുന്നിട്ട് ആ പഴയ വ്യക്തിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിജക്റ്റ് ചെയ്ത സംഭവം ഉണ്ടാവും. പാരന്റ്സിന്റെ ആയിരിക്കാം, ഫ്രണ്ട്സിന്റെ ആയിരിക്കാം, ഇത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇവിടേക്ക് നമ്മൾ പോയിട്ട്, നമ്മൾ കണ്ണടച്ച് പോയിട്ട് ആ വ്യക്തിയോട് തുറന്ന് പറയുക, നിനക്ക് ഒരു കുറവുമില്ല, നീ എല്ലാത്തിലും മികച്ചതാന്ന് പറയുക, നിന്നെ ആരും റിജക്ട് ചെയ്തിട്ടില്ല, നീ ഭയങ്കരനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ പറയുക. ഓക്കെ, ഈ സംഭവം ചെയ്യണം, അത് ഡെയിലി ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം സംഭവം. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ആ റിജക്ഷൻ ഫീൽ അത് മാറും. അപ്പൊ ഈ റിജക്ഷൻ അട്രാക്ട് റിജക്ഷൻ എന്ന സംഭവം മാറിയിട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് കിട്ടും. നമുക്ക് ആൾക്കാരിൽ നിന്ന് എല്ലാവരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും നമ്മൾ പിന്നീട്. അപ്പൊ നമുക്ക് സംഭവം കിട്ടും, നമുക്ക് സെൽഫായിട്ട് റെസ്പെക്ട്, സെൽഫായിട്ട് ലവ് ഒക്കെ അങ്ങനെ വരും നമുക്ക്. അപ്പൊ നിനക്ക് ഞാൻ ഉണ്ടെന്ന് പറയാം എപ്പോഴും ഉള്ളിൽ പോയിട്ട്. സെക്കൻഡ് പോയിന്റ് ആണ്. തേർഡ് പോയിന്റ് വെച്ചാല് നമ്മളെ നമ്മൾ ഒരു സെൽഫായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോ ഒരു എന്താ പറയാ, നമ്മളെ ബിൽഡ് ചെയ്യുക ലൈഫിൽ. നമുക്കിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ പുതിയതായിട്ട് ചെയ്യാനോ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ബിസിനസ് അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പോവുക, അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അവോയ്ഡ് ആണെങ്കിൽ നിങ്ങൾ പിന്നെയും അവർ ചേസ് ചെയ്യാതിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ കേൾക്കുക. പലരും പറയും നിങ്ങൾ ചേസ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യൂ, നിങ്ങൾക്ക് അവർ കിട്ടുന്നൊക്കെ പറയും. കാരണം നിങ്ങളുടെ മൈൻഡ് വ്യത്യസ്തമാണ്. ചിന്തിക്കുക, നിങ്ങൾ അവരുടെ സ്ഥാനത്ത് എങ്ങനെ ഉണ്ടാവും. നിങ്ങൾ പോവും അവരടുത്തേക്ക്, ഒരിക്കലും പോകില്ല. നിങ്ങളിപ്പോ എടുത്തേക്ക് എപ്പോഴും ഒരു വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പണിയില്ല ചോദിക്കും. നിങ്ങൾ ചിലപ്പോ അങ്ങനെ ചോദിക്കാം, അങ്ങനെ വരും, നിങ്ങൾക്ക് മനസ്സിൽ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് മാറി നിന്നിട്ട് നിങ്ങളെ വർക്ക് ചെയ്യുക, നിങ്ങളെ ബിൽഡ് ചെയ്യുക. ഇത്രയും സമയം ചെലവാക്കാതെ നിങ്ങൾ സ്വയം ഒന്ന് മെച്ചപ്പെടുത്തുക. കുറച്ച് ബുക്ക് വായിക്കുക, ബോഡി ബിൽഡ് ചെയ്യേ, എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യേ, ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മളിലേക്ക് ഈ വ്യക്തികൾ താനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് മെഡിറ്റേഷനും ഈ പറഞ്ഞ പോലെ അഫർമേഷൻ ഡെയിലി പറയുക. നമ്മളൊരു ചെയറിൽ വന്നിരുന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്, ആ വ്യക്തി ഇരിക്കുന്നു, എന്നിട്ട് ആ വ്യക്തി നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീൽ ചെയ്തിട്ട് ഈ വ്യക്തി നമ്മളിലേക്ക് വന്ന പോലെ കാണുക. ഇപ്പുറത്തെ വ്യക്തി ഉണ്ട്, നമ്മൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഫോർഗീവ് ചെയ്യാന്നുള്ളതാണ്. ഫോർഗീവ് ചെയ്യുക.
ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് തെറ്റിയെടുക്കാൻ ക്ഷമ വെച്ചിട്ട് അങ്ങനെ പറയാം, നിന്നോട് ഞാൻ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, തെറ്റെന്റെ ഭാഗത്തുനിന്ന് പറയുക, എന്നിട്ട് ക്ഷമ ചോദിക്കുക. ഇത് ഒരു പോയിന്റാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നന്ദി പറയുക എന്നുള്ളതാണ്. ഓക്കെ, നന്ദി പറയുക. ഇതും ചെയ്യുക നിങ്ങൾ. ഈ 3 പോയിന്റും ചെയ്യുക, ഈ 3-4 പോയിന്റ് ചെയ്യുക. പിന്നെ നമുക്കിനി ഇതും കൊണ്ട് നിങ്ങൾക്ക് ഒരു വേറെ എക്സ്ട്രാ ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കത്തിച്ച് കളയുക. അത് മൊത്തത്തില് എല്ലാ പ്രശ്നം എഴുതാം, റിജക്ഷൻ ഉണ്ടായിട്ടുള്ള എല്ലാ റിജക്ഷനും എടുത്ത് എഴുതിയിട്ട് അതൊക്കെ എഴുതാം. എനിക്ക് ഞാൻ അവിടെ എന്റെ പേരൻസ് റിജക്ട് ആയിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് റിജക്ട് ആയിട്ടുണ്ട്, ഒക്കെ എഴുതിയിട്ടൊന്ന് കത്തിച്ച് കളയാം. എന്നിട്ട് പറയാം, ഞാൻ എല്ലാം വിട്ട് കളയുന്നു, യൂണിവേഴ്സിറ്റി വിട്ട് കളയുന്നു, ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ കിടന്നു. ഇതും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയി ഒന്നും പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റിജക്ഷൻ അട്രാക്ട് റിജക്ഷൻ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ റിജക്ട് വരുന്നത് വെച്ചാല് നിങ്ങൾ ലൈഫിലെ എപ്പോഴും റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഈ ഒരു മേഖല എന്റെ റിലേഷൻഷിപ്പിൽ എവിടെ പോകുമ്പോൾ റിജക്ട് വരുന്നത്, കാരണം ഞാൻ എപ്പോഴും ആകർഷിക്കുന്ന റിജക്ഷനാണ്. അങ്ങനെ റിജക്ഷൻ വരുമ്പോൾ നമ്മൾ ഓവർ കെയറിങ് വരും, ഓവർ ലവ് വരും. ഓവർ ലവ്, ഓവർ കെയറിങ് ആ വ്യക്തിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതൊരു ടോക്സിക് ആയിട്ട് മാറും. ടോക്സിക് ആകുമ്പോൾ അവർ ഫ്രണ്ട്സ് ഒക്കെ പറയും ടോക്സിക് ആണ്, വിട്ടോളം പറയും. അപ്പൊ വിട്ടുകളയും അവര്, അങ്ങനെ പോവും. പക്ഷെ നിങ്ങൾ മാറി നിന്നിട്ട് അവർക്കൊരു ഫ്രീഡം കൊടുക്കുക, ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് കുറച്ച് സമയം കൊടുക്കുക, അവർക്ക് ഒരു വളരാൻ സമയം കൊടുക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോ ഞാൻ പറഞ്ഞ സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാറ്റുക, നിങ്ങൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യുക, നിങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞു. ഇത് ഇപ്പോ ചെറിയൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഇതിനെ പറ്റി. ഇത് ബ്രേക്കപ്പ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇത്രയും പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.